ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഷോമിയുടെ പുതിയൊരു ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഷോമി 14 CV. ഈ ഒരു ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഫോണിൽ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ ലൈക്കായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ക്യാമറയൊക്കെ അത്യാവശ്യം നല്ല ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന പ്രൊസസർ എന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രൊസസറാണ്. അതായത് സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രൊസസറിന്റെ കുറച്ച് താഴെയുള്ള ഒരു പ്രൊസസറാണ്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഒക്കെ ഈ ഒരു ഫോണിൽ ലഭിക്കും. ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻസ് ഫീച്ചേഴ്സ് ഒക്കെ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ഫോൺ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ കളർ വേരിയൻസ് എന്ന് പറയുന്നത് ക്രൂസ് ബ്ലൂ, മാച്ച ഗ്രീൻ, ഷാഡോ ബ്ലാക്ക് എന്ന 3 കളർ വേരിയൻസിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ IR ബ്ലാസ്റ്റർ, NFC, സ്റ്റീരിയോ സ്പീക്കേഴ്സ്, ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോണിൽ. ഇനി ഈ ഒരു ഫോണിൽ അലുമിനിയം ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൽ 8 5G ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റോറേജ് വേരിയൻസ് നോക്കുകയാണെങ്കിൽ 8GB, 256GB, 12GB, 512GB എന്ന 2 വേരിയൻസിലാണ് വരുന്നത്. പിന്നെ LPDDR5X ന്റെ റാം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. UFS 4.0 സ്റ്റോറേജ് ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഫോണിൽ മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല. എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് മെമ്മറി കാർഡ് ഒന്നും ഇടാൻ പറ്റത്തില്ല. ഇനി ഈ ഒരു ഫോണിൽ ആൻഡ്രോയിഡ് 14 ബേസ് ചെയ്തിട്ടുള്ള HyperOS സോഫ്റ്റ്വെയർ ആണ് കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് ഈ HyperOS സോഫ്റ്റ്വെയർ ഒന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നെ പോലെ HyperOS സോഫ്റ്റ്വെയർ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോളൂ. ഇനി ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. കാര്യം ലൈക്കായിട്ടുള്ള കൊളാബറേഷൻ ആണ്. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും 50 മെഗാ പിക്സലിന്റെ ഒരു ടെലിഫോട്ടോ ലെൻസും 12 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാവൈഡ് ആംഗിൾ ലെൻസും കൊടുത്തിട്ടുണ്ട്. മെയിൻ ക്യാമറ എന്തായാലും അത്യാവശ്യം നല്ല ക്യാമറ സെറ്റപ്പൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സെൽഫി ക്യാമറയിലേക്ക് പോവുകയാണെങ്കിൽ ഡ്യുവൽ ക്യാമറയാണ്. 32 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ ക്യാമറയും 32 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാവൈഡ് ആംഗിൾ ലെൻസും കൊടുത്തിട്ടുണ്ട്. അതായത് സെൽഫി ഒക്കെ എടുക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഫോൺ എടുക്കാൻ. കാര്യം അത്യാവശ്യം നല്ല ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ലൈക്കായിട്ടുള്ള കൊളാബറേഷൻ ആണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് 43,000 പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അതുകൂടി ആലോചിക്കണം. പക്ഷെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണെങ്കിലും ക്യാമറ ഫീച്ചേഴ്സ് ആണെങ്കിലും സ്റ്റോറേജ് ആണെങ്കിലും പ്രോസസർ ആണെങ്കിലും എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് 6.55 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് 50K AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന കർവ്ഡ് ഡിസ്പ്ലേ ആണ്. അതായത് 4 സൈഡിൽ നിന്നും കർവ്ഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോൺ കൊടുത്തിരിക്കുന്ന ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 3000 നിറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ 2160 PWM ഡിമ്മിങ് എന്ന ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ബാറ്ററിയുടെ കാര്യമാണ് നോക്കേണ്ടത്. അതായത് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത് 4700 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ടൈപ്പ് C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. പക്ഷേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഒരു 30,000 പ്രൈസ് റേഞ്ചില് പോക്കോ F6 എന്ന് പറയുന്ന ഒരു ഫോണുണ്ട്. ആ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത് 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതുപോലെ 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഫോൺ, അതായത് 43,000 പ്രൈസ് റേഞ്ചിൽ വരുന്ന ഈ ഒരു ഫോണിൽ 4700 mAh ബാറ്ററിയെ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ ഫാസ്റ്റ് ചാർജിംഗ് 67 വാട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല, ബാറ്ററി 4700 mAh കൊടുത്താൽ കുഴപ്പമില്ല. പക്ഷെ ഫാസ്റ്റ് ചാർജിംഗ് കുറച്ചുകൂടി കൂട്ടി കൊടുക്കായിരുന്നു. കുറഞ്ഞത് ഒരു 67 വാട്ടിനെക്കാളും കുറച്ചുകൂടി നല്ല ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാമായിരുന്നു. പക്ഷെ ഈ ഒരു ഫോൺ കൊടുത്തിട്ടില്ല. അത് ഈ ഒരു ഫോണിന്റെ ഒരു നെഗറ്റീവ് ആണ്. ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ബാറ്ററിയുടെ കാര്യം വന്നപ്പോൾ അതാ കിടക്കുന്നു. പക്ഷെ കുഴപ്പമില്ല, ബാറ്ററിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ എടുക്കാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു ഫോണാണ് ഷോമി 14 CV എന്ന് പറയുന്ന ഈ ഒരു ഫോണ്. കാര്യം ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും ബാക്കിയുള്ള ഫീച്ചേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് ആണെങ്കിലും പ്രോസസർ ആണെങ്കിലും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോക്കോ F6 എന്ന് പറയുന്ന ഫോണിലും ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന സെയിം പ്രോസസർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന് പറയുന്ന ഈ ഒരു പ്രോസസർ.
പിന്നെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ആ ഒരു ഫോൺ പെർഫോമൻസ് ഓറിയന്റഡ് ആണ്. പിന്നെ പോക്കോ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ സജസ്റ്റ് ചെയ്യാനായിട്ട് മടിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 8GB 256GB പ്രൈസ് വരുന്നത് 42,999 ആണ്. അതുപോലെ 12GB 512GB പ്രൈസ് വരുന്നത് 47,999 ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് അത്യാവശ്യം നല്ലൊരു ഫോണാണ് ഷോമി 14CV എന്ന് പറയുന്നത്. അതായത് ബാറ്ററിയുടെ കാര്യം നമ്മളൊന്ന് മറക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഈ റേഞ്ചിൽ ഒരു അത്യാവശ്യം നല്ലൊരു ഫോണാണ് ഷോമി 14CV എന്ന് പറയുന്നത്. പിന്നെ മിക്കവർക്ക് ഷോമി പോക്കോ ഫോൺസിൽ താല്പര്യം ഉണ്ടാവില്ല, കാരണം ഓരോ അനുഭവങ്ങൾ വെച്ച്. പക്ഷെ ഈ ഒരു ഫോൺ അത്യാവശ്യം നല്ലൊരു ഫോണാണ്. കാര്യം മിഡ് റേഞ്ച് വരുന്ന ഒരു ഫോണാണ്. മിഡ് റേഞ്ചിൽ ഒരു ഫോൺ നോക്കുന്നവർക്ക് അത്യാവശ്യം നല്ലൊരു ഫോണാണ് ഷോമി 14CV എന്ന് പറയുന്ന ഈ ഒരു ഫോൺ. കാര്യം അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻസ് ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആണ് കൊടുക്കുകയാണെങ്കിൽ iQOO Neo 9 Proയിലേക്കൊക്കെ പോവാം. കാര്യം അതൊക്കെ കുറച്ചുകൂടി പെർഫോമൻസ് ഓറിയന്റഡ് ആണ്, അത്യാവശ്യം നല്ല ഗെയിമിംഗ് ഫോണൊക്കെയാണ്. അതായത് ക്യാമറയ്ക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലെങ്കിൽ iQOO Neo 9 Proയ്ക്ക് അത്യാവശ്യം നല്ലൊരു ഫോണാണ്. അതായത് ഗെയിമിങ്ങിനൊക്കെ ഫോൺ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു ഫോണാണ്. ഇത് ഗെയിമിങ്ങിന് കുഴപ്പമില്ല, പക്ഷെ ഇതൊരു ഗെയിമിംഗ് ഓറിയന്റഡ് ഫോൺ അല്ല. ഓവറോൾ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫോണാണ്. കൂടുതൽ ക്യാമറയിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതായത് ലൈക്ക് ആയിട്ടുള്ള കൊളാബറേഷൻ ആണ് കാര്യം. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്യാമറയൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യം മാത്രം കുറച്ചൊന്ന് നെഗറ്റീവായി പോയി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഫോണാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അതായത് ബേസ് വേരിയന്റ് വരുന്നത് 42,999 വേറൊരു വേരിയന്റ് വരുന്നത് 47,999. ഷോമി ഫോൺ ട്രസ്റ്റ് ചെയ്യുന്നവർക്കും ഷോമി ഫാൻസിനും ഈ ഒരു ഫോൺ എടുക്കാവുന്നതാണ്. പേഴ്സണൽ ചോയ്സ് താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഫോൺ എടുക്കും. കാര്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ഫോണാണ്. ബാറ്ററിയുടെ കാര്യം മാത്രം കോംപ്രമൈസ് ചെയ്താൽ മതി. അത്യാവശ്യം നല്ല കിടിലൻ ക്യാമറയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സെൽഫി ഒക്കെ എടുക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാം. ഓവറോൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഫോണാണ്. താല്പര്യമുള്ളവർക്ക് എടുക്കാം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ചെയ്യുക.